ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പീച്ചി മയിലാടുംപാറയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചു. പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ പോലീസും നാട്ടുകാരുമായി ഉന്തും തള്ളും. കേന്ദ്രത്തെ കടന്നാക്രമിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്യത്തിന്റെ പരമാധികാരം അമേരിക്കയ്ക്ക് പണയപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന് ദേശസ്നേഹം ഉച്ചരിക്കാൻ യാതൊരു അർഹതയുമില്ലെന്ന് ബിനോയ് വിശ്വം. തൃപ്രയാർ താന്യം പൈനൂരിൽ ഇടഞ്ഞ ആന 4 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി. 3 വീടുകളുടെ ഗേറ്റുകൾ തകർത്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബഹിഷ്കരിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. സഹകാരികളോടും നിക്ഷേപകരോടും എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന് DCC പ്രസിഡന്റ്. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ കാൽനാട്ട് കർമ്മം നടന്നു. ഏപ്രിൽ 26-നാണ് തൃശൂർ പൂരം. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് 4840 രൂപ വർദ്ധിച്ച് 1,17,720 രൂപയിലെത്തി. വാർത്തകൾ വിശദമായി നോക്കാം. പീച്ചി മയിലാടുംപാറയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹവുമായി പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. പോലീസും നാട്ടുകാരുമായി ഉന്തും തള്ളും നടന്നു. പ്രതിഷേധം 1.5 മണിക്കൂറോളം നീണ്ടുനിന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തരമായി 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ നഷ്ടപരിഹാരം കൂടുതൽ തുക അനുവദിക്കണമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് അയക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മയിലാടുംപാറ സ്വദേശി ഷിജോ ആടിനെ തീറ്റാൻ പോയപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പീച്ചി മേഖലയിൽ 6 മാസത്തിനിടെ രണ്ടാമത്തെയാളാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത് വളരെയധികം ദുഃഖകരമായ കാര്യമാണ്. ഇതിലെ പല ആളുകളും ഇതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം കളിച്ചപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇത് വളരെയധികം വിഷമമായത്. ഇത് ഈ വന്യജീവി ആക്രമണത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ ചെലുത്തുന്നത്. കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഞങ്ങളിവിടെ പോയി ഇവരോട് സംസാരിച്ചു. ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. 2 തരത്തിലാണ് പ്രതിഷേധം. ഒന്ന്, ഈ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് എന്ത് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. നാളേക്ക് 4 ലക്ഷം രൂപ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് അവർ കൊടുക്കുമെന്ന് പറഞ്ഞു. കൂടുതൽ സംഖ്യയ്ക്ക് വേണ്ടി അവർ സർക്കാരിലേക്ക് പ്രപ്പോസൽ കൊടുക്കും. ആ പ്രപ്പോസൽ പ്രകാരം ഇവിടുത്തെ MLA മന്ത്രിയുമായ K. രാജൻ അത് മുൻകൈ എടുത്തിട്ട് ഇവർക്ക് 25 ലക്ഷം രൂപ മിനിമം വാങ്ങിക്കൊടുക്കണമെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പൊ എല്ലാവരും സങ്കടം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ആന കയറാം. ഇന്നിപ്പോ പീച്ചി പ്രദേശത്ത് വലിയ ആനശല്യമാണ്. അവിടെ ആന വന്നു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ വന്യമൃഗശല്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി 28 കിലോമീറ്റർ തൂക്ക് ഫെൻസ്, ഹാങ്ങിങ് ഫെൻസ് സ്ഥാപിക്കാനുള്ള പ്രൊജക്ട് തയ്യാറായിട്ടെന്ന് പറഞ്ഞു. അതിന് ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ പ്രദേശത്ത് വന്യമൃഗ ശല്യത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി യാതൊരു ഫണ്ട് കൊടുത്തിട്ടില്ല. ആ പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത്. മയിലാടുംപാറയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാട്ടാന ആക്രമണം തടയുന്നതിന് ആധുനിക ഫെൻസിംഗ് ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പീച്ചി വൈൽഡ് ലൈഫ് വാർഡന് ജനപ്രതിനിധികൾ നിവേദനം നൽകി. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി, വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനു, BJP നേതാവ് ഷാജി, മെമ്പർമാരായ സിന്ധു, ആര്യ ശരത്, ബാബു തോമസ് എന്നിവർ നിവേദനം നൽകിയ സംഘത്തിലുണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് ആന താഴ്ന്നിരിക്കുകയാണ്. വന്യമൃഗഭീതിയിൽ ജില്ലയിലെ മലയോര മേഖല. കാട്ടാന ശല്യം മൂലം കൃഷിയും വീടും ഉപേക്ഷിച്ച് മലയോര മേഖലയിൽ നിന്ന് മാറി താമസിക്കുന്നവരുടെ എണ്ണം ഏറുകയാണ്. വന്യമൃഗഭീതി മൂലം പ്രത്യേകിച്ച് കാട്ടാനകളാൽ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് ജില്ലയിലെ മലയോര മേഖലയിലെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം ആടിനെ മേയാൻ വിട്ടതായിരുന്നു. ആ ആടുകളെ കൊണ്ടുവരാൻ പോയതാണ് 36 വയസ്സുള്ള ഷിജോയുടെ അപ്പച്ചൻ ഷാജി. കാട്ടാന ആക്രമണം
കാട്ടാന ഭീതി മേഖലയിൽ പതിവാണ്. അതെ അതെ. കഴിഞ്ഞ ദിവസം എന്താണ് ഉണ്ടായത്? കഴിഞ്ഞ എൻ്റെ കൊച്ച് ആറിന് പോയി. ആറിന് പോയിട്ട് ആട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നു. അവനെ കണ്ടില്ല. അവനെ കാണാതായപ്പോൾ ഞങ്ങൾ ഒരു 7 മണിയോളം അന്വേഷിച്ച് കാട്ടിൽ പോയി അന്വേഷിക്കുന്നു. അന്വേഷിച്ച് കഴിയുമ്പോൾ ആന ചവിട്ടി മുതുകത്ത് ഒരു ചവിട്ട പാടുണ്ട്. ആനയുടെ കാലിൻ്റെ പാട്ട് മുതുകത്ത് തലയിൽ മുറിവിട്ട്. ഈ വഴിയിലൂടെയാണ് ഷിജോ ആടിനെ തേടിപ്പോയത്. പക്ഷേ ഒരിക്കലും തിരിച്ചു വരികയുണ്ടായില്ല. ആനശല്യം സമീപ നാളുകളിലേറെയാണെന്ന് സമീപവാസികൾ പറയുന്നു. സമീപവാസിയായ വർഗീസ് തന്നെ ഇക്കാര്യം പറയും. ഇവിടെ ഇപ്പോൾ നിരന്തരം ആനശല്യം ഭയങ്കര ശല്യമാണ്. വാഴ, അടയ്ക്കാമരം, മറ്റുള്ള അങ്ങനെയുള്ള തെങ്ങ്, അങ്ങനെയുള്ള ഭയങ്കര ശല്യമാണ്. രാത്രി ആന വരുമ്പോൾ ഞങ്ങൾ ഇവിടെ പാച്ചർമാരുണ്ട്, അവരെ വിളിക്കും. അവരെ വിളിച്ച് പറയും, അവർ വരും, ആനേനെ ഓടിക്കും. നമ്മുടെ പോയതൊക്കെ പോയി തന്നെ. അല്ലാണ്ട് അതിന് വേറെ നഷ്ടപരിഹാരങ്ങളോ അതിനുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നും തരാറുമില്ല. ഇന്നവരൊന്നും കിട്ടിയതായിട്ട് ആർക്കും എൻ്റെ അറിവിലില്ല. സോളാർ വേലി അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും? സോളാർ വേലിയുണ്ട്. അത് മറ്റൊരുപാടുള്ള ഈ എർത്ത് സമയമുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ലല്ലോ. പിന്നെ അങ്ങനെ തന്നെ അവർ ആന കമ്പ് തട്ടിയിട്ടും കൊണ്ട് ഈ ആന കവച്ച് വെച്ച് കടന്നു പോരുകയാണ്. കമ്പിയൊക്കെ വളച്ച് കടന്നു പോരും. ഇപ്പോൾ ഈ കൃഷി എന്ന് പറയുന്നത് വാഴ അല്ലെങ്കിൽ അടയ്ക്കാമരം ഒക്കെ ഉപേക്ഷിച്ച് കംപ്ലീറ്റ് ആൾക്കാർ കളഞ്ഞെന്ന് പറയാൻ വേറെ രണ്ടാമത് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്തിനാ വെക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അവിടെ നിന്ന് വീട് വരെ തന്നെ വിട്ട് മാറി ഒക്കെ താഴേക്ക് ഇറങ്ങി പോരണം. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കുക. ഇവിടെ നിന്ന് 60 മീറ്റർ മാത്രം ദൂരെയാണ് ഷിജോ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവിടെയെല്ലാം ആനയുടെ സ്ഥിരം സഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇതുപോലെയുള്ള സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും ആന ഇതെല്ലാം തകർത്ത നിലയിലാണ്. വാഗ്ദാനങ്ങൾ വെറും വാക്കാകുമ്പോൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് മലയോര മേഖലയിലെ ജനങ്ങൾ തള്ളി നീക്കുന്നത്. അടിയന്തരമായി വനം വകുപ്പ് അധികൃതർ ഇടപെട്ട് സ്വൈരജീവിതം ഉറപ്പുവരുത്തണമെന്നാണ് ഈ മേഖലയിലുള്ളവരുടെ ആവശ്യം. TCVക്ക് വേണ്ടി ക്യാമറാമാൻ ഷിബി പോട്ടോനോടൊപ്പം മുകേഷ് ലാൽ. കേന്ദ്രത്തെ കടന്നാക്രമിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്യത്തിന്റെ പരമാധികാരത്തെ അമേരിക്കയ്ക്ക് പണയപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന് ദേശസ്നേഹം ഉച്ചരിക്കാൻ യാതൊരു അർഹതയുമില്ലെന്നും ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ ജാഥയുടെ ഭാഗമായി തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജാഥ ക്യാപ്റ്റൻ കൂടിയായ ബിനോയ് വിശ്വത്തിന്റെ രൂക്ഷ വിമർശനം. ഇന്ത്യൻ നയങ്ങൾ പറയുന്നത് ആ അവകാശം പോലും പൂർണ്ണമായിട്ടും പണയപ്പെടുത്തിയ ഗവൺമെന്റാണ് മോദി ഗവൺമെന്റ്. ആ ഗവൺമെന്റിന് ദേശസ്നേഹം എന്ന വാക്കുച്ചരിക്കുന്ന അവകാശമില്ല. ട്രംപിന് മുമ്പിൽ ഇത്രയേറെ ലജ്ജാകരമായി കമന്ന് വീണ് കാൽ നക്കാൻ പോകുന്ന ഗവൺമെന്റാണ്. ഈ നാണം കെട്ട കിഴവന്റെ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് ഒരാൾക്ക് 56 ഇഞ്ച് നെഞ്ചുള്ളത്? അമേരിക്കയുടെ മുന്നിൽ ഇത്രയേറെ നാണം കെട്ട പരാജയം സമ്മതിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത്രയും നീളമേറിയ നാക്കുന്നതിനാണ്. ബജറ്റിലും കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് കേന്ദ്രത്തിന്റേത്. ഫെഡറലിസം ലംഘിച്ച് എല്ലാ അധികാരവും കൈയടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. LDF ഭരിക്കുന്നത് കൊണ്ടുള്ള വെറുപ്പും ഭയവുമാണ് കേന്ദ്രത്തിനെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. രാഷ്ട്രീയമായ വൈരാഗ്യം മൂത്ത BJP ഗവൺമെന്റ് ഇടതുപക്ഷം ഭരിക്കുന്ന അവർക്ക് വെറുപ്പും ഭയവുമുള്ള ഇടതുപക്ഷ ഗവൺമെന്റിനെ ആ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന് മാത്രം ഇന്ത്യയുടെ പോലും ഭാഗമായി കാണാൻ കൂട്ടാക്കുന്നില്ല എന്നാണ്. ഇത് ഫെഡറലിസത്തിന്റെ ലംഘനമാണ്. ബജറ്റ് വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാരും മറുപടി പറയണമെന്ന് പറഞ്ഞ അദ്ദേഹം സുരേഷ് ഗോപിയെ തമാശക്കാരനെന്ന് പരിഹസിക്കുകയും ചെയ്തു. അദ്ദേഹം ചിരിപ്പിക്കുന്ന ആളായി മാറി. BJPയുടെ MP ആയപ്പോൾ അദ്ദേഹത്തിന് തമാശക്കാരനുമായി. അദ്ദേഹം പറയണമെന്നും ബാക്കിയില്ല തമാശകൾ. തമാശാ പരമ്പരയ്ക്ക് സമ്മാനമുണ്ടെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കും. 2 മന്ത്രിമാരുണ്ട് ഇവിടെ നിന്ന്. നാക്കും മൂക്കുമില്ലാത്ത, അവിടെ ഒരു വാക്ക് പോലും മിണ്ടാൻ കെൽപ്പില്ലാത്ത ആ നിസ്സഹായതയെ ഇത്തരം വാചകമടി കൊണ്ട് മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഇത്രയും മന്ത്രിമാരും MPമാരും എന്തിനു വേണ്ടിയാണ്? LDFനെതിരെ BJPയുമായി കൈകോർക്കലാണ് UDF സംസ്ഥാനത്ത് നടത്തുന്നത്. LDFനെ രാഷ്ട്രീയമായി ചെറുക്കാൻ UDFന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങളെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള നിയമസഭയിലെ UDFന്റെ സമീപനം. UDF സാമ്പത്തികമായും ആശയപരമായും വലതുപക്ഷ BJPയുടെ പതിപ്പാണ്. വാസ്തവത്തിൽ മഹാത്മാഗാന്ധിയെ പറ്റി ചിന്തിക്കുന്ന പാർട്ടിക്ക് നെഹ്റുവിന്റെ വഴിയിൽ പോകുന്ന പാർട്ടിയാണെങ്കിൽ കോൺഗ്രസ് ഈ അളവോളം BJPയുടെ കാൽ നക്കാൻ പോകാൻ പാടില്ലായിരുന്നു. രാഷ്ട്രീയമായിട്ട് LDF ചെറുക്കാൻ ഒരു വഴിയും കാണുന്നില്ല. അതുകൊണ്ട് UDF ഇപ്പോൾ കാണിക്കുന്നത് അങ്ങേയറ്റത്തെ പരിഹാസ്യമായ രാഷ്ട്രീയമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനാൽ ജനങ്ങളെ നേരിടാൻ LDFന് ഭയമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി തുറന്ന കണ്ണോടെ പഠിച്ച് മുന്നോട്ട് പോകും. LDFന് തുടർഭരണം ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഞങ്ങൾക്ക് ഉറപ്പാണ് ജനങ്ങൾ ഞങ്ങളുടെ കൂടെ
നിസ്സംശയം ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്നു. അടുത്ത ഊഴവും LDF-ൻ്റെതായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജാഥ സെക്രട്ടറി M. സ്വരാജ്, കക്ഷി നേതാക്കളായ CS സുജാത, അഡ്വക്കേറ്റ് P. വസന്തം, യൂജിൻ മൊറേലി തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. താന്യം പയ്യന്നൂരിൽ ഇടഞ്ഞ ആന 4 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി. പുത്തൂർ ദേവിനന്ദനൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നിരവധി നാശനഷ്ടങ്ങൾ വരുത്തി. നിരവധി തെങ്ങുകൾ കുത്തിമറിച്ചിട്ടു. പയ്യന്നൂർ സ്വദേശി കാൺഗ സുശാന്തിന്റെ സ്കൂട്ടർ തകർത്തു. 3 വീടുകളുടെ ഗേറ്റുകൾ തകർത്തു. എലിഫന്റ് സ്ക്വാഡ് എത്തി 3 മണിക്കൂറിന് ശേഷം ആനയെ തളച്ചു. പൂരാഘോഷത്തിൽ പങ്കെടുത്ത് തിരികെ ആനപ്പാപ്പാന്മാർക്ക് താമസിക്കാൻ പയ്യന്നൂരിൽ താൽക്കാലികമായി വാടകയ്ക്കെടുത്ത വീടിനടുത്തുവച്ച് ലോറിയിൽ നിന്നിറക്കുന്നതിനിടയിൽ ആനയുടെ ദേഹത്ത് വാഹനം തട്ടിയതാണ് പ്രകോപന കാരണമെന്നാണ് പറയുന്നത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അവശനിലയിലായ കാട്ടാന വനാതിർത്തി പ്രദേശങ്ങളിൽ ചുറ്റിത്തിരിയുന്നു. മറ്റത്തൂർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളായ മുപ്ലി, കുണ്ടായി, ചൊക്കന എന്നിവിടങ്ങളിലായാണ് കാട്ടുകൊമ്പൻ അലഞ്ഞു നടക്കുന്നത്. 2 ആഴ്ച മുൻപ് ചൊക്കന കാരിക്കടവ് പുഴയോരത്ത് കാൽപാദത്തിലെ തൊലി അടർന്ന നിലയിൽ കണ്ട കാട്ടുകൊമ്പനാണ് ഇതെന്ന് നാട്ടുകാരും തോട്ടം തൊഴിലാളികളും പറയുന്നു. ചൊവ്വാഴ്ച മുപ്ലി തേക്കുതോട്ടത്തിലെ റോഡിലൂടെ ഈ കൊമ്പൻ അവശനിലയിൽ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആനയുടെ മുൻകാലുകളുടെ പാദത്തിലും ചർമ്മരോഗം ബാധിച്ചിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബഹിഷ്കരിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. സഹകാരികളോടും നിക്ഷേപകരോടും എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തരുതെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതെ വഞ്ചിക്കുന്ന നിലപാടാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിലവിലെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രമിറക്കുമെന്നും ജോസഫ് ടാജൻ പറഞ്ഞു. ആ സബ്മിഷന് മറുപടിയായി സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ പറഞ്ഞത് 268 കോടി രൂപ ഇനി നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടത് 125 കോടിയെന്ന്. സത്യത്തിൽ എത്ര കോടി രൂപ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട്, എന്ന് തിരിച്ചു കൊടുക്കും, ഇതിന്റെ യഥാർത്ഥ സ്ഥിതി ആർക്കും അറിയില്ല. നിക്ഷേപകരെല്ലാം ആശങ്കയിലാണ്. അവർ നിക്ഷേപിച്ച സംഖ്യകളെല്ലാം പോയി എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വരേണ്ടിയിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് അവിടുത്തെ സഹകാരികളെയും നിക്ഷേപകരെയും വെല്ലുവിളിക്കുന്ന ഒന്നിനാണ്. എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ CPM ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അവിടെ അംഗങ്ങളെ ചേർത്ത് ഭൂരിഭാഗം അംഗങ്ങളും CPM അനുഭാവികളാണ്. തെരഞ്ഞെടുപ്പ് നടത്തിയാൽ
CPM-ന്റെ ഭരണസമിതി അധികാരത്തിൽ വരും. അതോടുകൂടി ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം സർക്കാരിനൊഴിഞ്ഞ് പുതിയ ഭരണസമിതിക്ക് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് പോകണം. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ ഭൂമിപൂജയും കാൽനാട്ട് കർമ്മവും പൂരം പ്രദർശന ഗ്രൗണ്ടിൽ നടന്നു. പാറമേക്കാവ് ദേവസ്വം മേൽക്കാവ് മേൽശാന്തി കാരക്കാട്ട് രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭൂമിപൂജ നടന്നു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, കൌൺസിലർമാർ, പൂരം പ്രദർശന ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പ്രദർശന നഗരിയുടെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS സമ്പൂർണ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായി. ഏപ്രിൽ 26-നാണ് തൃശൂർ പൂരം. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് 4840 രൂപയുടെ വർധനയോടെ 1,17,720 രൂപയിലെത്തി. ഒരു ഗ്രാമിന് 14,715 രൂപയായിരുന്നു വില. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ ഇടപെടലാണ് വിലയിലെ അടിക്കടിയുള്ള മാറ്റത്തിന് കാരണം. 1,31,000 രൂപയായിരുന്നു ജനുവരി 29-ലെ സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണ്ണവില ഏറ്റവും ഉയരത്തിലെത്തിയത് അന്നായിരുന്നു. ഡിസംബർ 23-ന് പവന് 1,00,000 കടന്ന സ്വർണത്തിന് ഒരു മാസം പിന്നിട്ടപ്പോൾ വീണ്ടും 30,000 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതോടെ കുറഞ്ഞ തുകയ്ക്ക് സ്വർണം വാങ്ങിയ നിക്ഷേപകർ ഉയർന്ന വിലയ്ക്ക് സ്വർണം വിറ്റ് പരമാവധി ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചു. ഈ ഘട്ടത്തിൽ സ്വർണ്ണവില വീണ്ടും താഴോട്ടുപോയി. ഒരേ ദിവസം തന്നെ സ്വർണ്ണവിലയിൽ പലതവണ മാറ്റമുണ്ടായി. വില താഴ്ന്നതോടെ നിക്ഷേപകർ വീണ്ടും സ്വർണം വാങ്ങി. ഈ നില തുടരുന്നതാണ് സ്വർണ്ണവിലയിലെ അടിക്കടിയുള്ള ചാഞ്ചാട്ടത്തിന് കാരണം. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വവും സ്വർണ്ണവിലയിലെ കുതിപ്പിന് കാരണമാകുന്നുണ്ട്. ഇറാൻ US സംഘർഷഭീതിയും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമെന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതേസമയം സ്വർണ്ണവിലയിലെ വൻ കുതിപ്പ് മൂലം ഒരു വിഭാഗം ആളുകൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ മടിക്കുന്നുണ്ട്. സ്വർണം ഒഴിവാക്കിയുള്ള ബദൽ മാർഗങ്ങൾ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂരിൽ നിന്നും അടൂരിലേക്ക് പുറപ്പെട്ട KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലെ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം. നിറയെ യാത്രക്കാരുമായി പുറപ്പെട്ട ബസ് സ്വയം ഡ്രൈവ് ചെയ്ത് അപകടം കൂടാതെ സുരക്ഷിതമായി അമല എമർജൻസി വരെ എത്തി ചികിത്സ തേടി. നൂറനാട് വിളനിലത്തു വീട്ടിൽ ജേക്കബ് ജോൺ മകൻ നോയലിനാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. കൂനമൂച്ചിയിൽ സ്കൂളിൽ ദീപാലങ്കാരം ചെയ്യുന്നതിനിടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. ചെമ്മണ്ണൂർ മമ്പറമ്പത്ത് വിജയന്റെ മകൻ 21 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. കൂനമൂച്ചി സെന്റ് തോമസ് UP സ്കൂളിലാണ് സംഭവം. സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ മുന്നോടിയായി ലൈറ്റ് ആൻഡ് സൗണ്ട് സജ്ജീകരണത്തിലെത്തിയതായിരുന്നു വിപിൻ. ഇതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു എന്ന് കരുതുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ദിനം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ചാവക്കാട് നഗരത്തിൽ മേഖലാ പ്രസിഡന്റ് RH ഹാരിസ് പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം TK ഷമീർ, മേഖലാ വൈസ് പ്രസിഡന്റ് EJ വർഗീസ്, CA അജിത്, TK ഷാനവാസ് തുടങ്ങിയവർ സന്നിഹിതരായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങൾക്ക് ആവേശകരമായ തുടക്കം കുറിച്ച് ചേലക്കര മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ പതാക ദിനം ആചരിച്ചു. ചേലക്കര വാൻഹെഡിൽ നടന്ന ചടങ്ങിൽ COA ജില്ലാ ട്രഷറർ CG ജോസ് പതാക ഉയർത്തി. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. മുതിർന്ന അംഗങ്ങളായ ബാലകൃഷ്ണൻ, മണികണ്ഠൻ, സതീഷ്, PV ബെന്നി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് പഠനയാത്ര പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് കർണാടക ഹംപിക്ക് സമീപം അപകടത്തിൽപ്പെട്ടു. നിരവധി വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും പരിക്കേറ്റു. ഡിവൈഡറിൽ ഇടിച്ച് ബസ് മറിയുകയായിരുന്നു. പരിക്കേറ്റവർ ഹൂബ്ലി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. സംസ്കൃത വിഭാഗം മേധാവി ലക്ഷ്മി ശങ്കറിനെയും മറ്റ് 5 വിദ്യാർത്ഥികളെയും ബെല്ലാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കോളേജിലെ സംസ്കൃതം MCOM വിദ്യാർത്ഥികൾ ട്രെയിൻ മാർഗമാണ് ഹംപിയിലേക്ക് പോയത്. കർണാടകയിലെത്തിയ ഇവർ സ്വകാര്യ ട്രാവൽസിന്റെ ബസ്സിലായിരുന്നു യാത്ര. ദേശീയപാത പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കർണാടകയിൽ നിന്ന് സവാള കയറ്റി എറണാകുളത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്.
ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. മുണ്ടകൻ വൈക്കോലിന് വിലയും ആവശ്യക്കാരും കുറഞ്ഞത് നെൽ കർഷകരെ നിരാശയിലാക്കുന്നു. കൃഷിച്ചെലവിന് തുല്യമായ തുകയാണ് മുൻവർഷങ്ങളിൽ മുണ്ടകൻ കൊയ്ത്തിന് ശേഷം വൈക്കോൽ വിൽപ്പനയിലൂടെ കർഷകർക്ക് ലഭിച്ചിരുന്നത്. ഒരു കെട്ട് വൈക്കോലിന് 250 രൂപയോളം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 150 രൂപയാണ് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം 175 രൂപ വിലയ്ക്കാണ് കർഷകർ വൈക്കോൽ വിൽപ്പന നടത്തിയത്. ഓരോ വർഷം കഴിയുന്തോറും ആവശ്യക്കാർ കുറഞ്ഞു വരുന്നതായി ചാഴിക്കാട് പാടശേഖരത്തിലെ കർഷകനായ സുനന്ദൻ കളപ്പുരയ്ക്കൽ പറഞ്ഞു. പണ്ടൊക്കെ വൈക്കോല് വിറ്റ് കഴിഞ്ഞാൽ കൃഷിക്കുള്ള ചെലവ് കിട്ടിയിരുന്നതാണ്. ഇപ്പോ അതൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ മൊത്തത്തിൽ നഷ്ടം. അതിനിടയ്ക്ക് പന്നിശല്യം വേറെ. വരുമ്പം കുത്തി കളഞ്ഞ കണ്ടത്തിലൊക്കെ നെല്ലിലൊക്കെ കിടന്ന് ഉരുണ്ട് അത് ചിലയിടത്തൊക്കെ കൊയ്ത് വെക്കേണ്ടി വന്നു അമ്പി പോയിട്ട്. അത്ര ബുദ്ധിമുട്ടാണ്. കൊയ്ത്ത് നടത്തുമ്പോൾ യന്ത്രത്തിൽ നിന്ന് താഴെ വീഴുന്ന വൈക്കോൽ യന്ത്രസഹായത്തോടെയാണ് ചുരുട്ടിക്കെട്ടുന്നത്. ഒരു കെട്ട് വൈക്കോൽ ഇത്തരത്തിൽ യന്ത്രസഹായത്തോടെ ചുരുട്ടിക്കെട്ടാൻ 35 രൂപ നൽകണം. ഒരേക്കർ നിലത്തിൽ നിന്ന് ശരാശരി 60 കെട്ട് വൈക്കോലാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഈ വർഷം മുണ്ടകൻ കൊയ്ത്ത് സമയത്ത് മഴയില്ലാത്തതിനാൽ വൈക്കോലിന് കാര്യമായ നാശം സംഭവിച്ചിട്ടില്ല. വീടുകളിൽ കന്നുകാലികളെ വളർത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതും ഫാമുകളിൽ പശുക്കൾക്ക് വൈക്കോലിന് പകരം തീറ്റപ്പുല്ലും കാലിത്തീറ്റയും കൊടുക്കുന്നതാണ് വൈക്കോലിന് ആവശ്യക്കാർ കുറയുന്നതായി പറയുന്നത്. ക്ഷീരകർഷകരാണ് പ്രധാനമായും മലയോരത്തെ പാടശേഖരങ്ങളിൽ നിന്ന് വൈക്കോൽ വാങ്ങാറുള്ളത്. കൊയ്ത്ത് പൂർത്തിയാകുമ്പോൾ മുണ്ടകൻ വൈക്കോലിനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വരാറുണ്ട്. TCV കൊടകര. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പൊതുസ്ഥലത്ത് വച്ച് അംഗപരിമിതിയായ യുവതിയെ കടന്നുപിടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശിയായ പ്രതിയെ ശിക്ഷിച്ചു. തെങ്കാശി സ്വദേശി തെരുവിൽ മൂർത്തി എന്ന മൂർത്തി സത്യയെയാണ് 11 വർഷം തടവിനും 15,000 രൂപ പിഴയടയ്ക്കുന്നതിനും തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. 2024 നവംബറിൽ തൃശൂർ പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിൽ വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം. ബാങ്ക് ജീവനക്കാരിയായ അംഗപരിമിതിയായ യുവതി ജോലി കഴിഞ്ഞ് നടന്നു വരുമ്പോൾ പ്രതി ലൈംഗിക ഉദ്ദേശത്തോടെ കടന്നുപിടിക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KN സിനിമോൾ കോടതിയിൽ ഹാജരായി. ഓട്ടുപാറയിൽ വീട്ടിൽ നിന്ന് 1 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് മൊത്ത വിതരണക്കാരനായ ഓട്ടുപാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പങ്ങാരപ്പള്ളി സ്വദേശി മുഹമ്മദ് അസ്മിന്റെ വീട്ടിൽ നിന്നാണ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമണിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഞ്ചാവ് പിടികൂടിയത്. വീടിന്റെ 1ാം നിലയിലുള്ള കിടപ്പുമുറിയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പ്രതിയെ പിടികൂടാനായിട്ടില്ല. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ്, കൃഷ്ണകുമാർ, ബിനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം വിമുക്തി വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള നാടകയാത്രയ്ക്ക് തുടക്കം. രംഗചേതനയുടെ ജീവിതം ലഹരി എന്ന ഏകാംഗ നാടകമാണ് സ്കൂളുകളിൽ അവതരിപ്പിക്കുന്നത്. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ആദ്യ അവതരണം. തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെത്തി. കാലം ആവശ്യപ്പെടുന്ന ലഹരി വിരുദ്ധ പ്രമേയം ഉൾക്കൊള്ളുന്ന ഈ നാടകം അണിയിച്ചൊരുക്കിയതും അവതരിപ്പിക്കുന്നതും രംഗചേതന ആർട്ടിസ്റ്റിക് ഡയറക്ടർ KV ഗണേശാണ്. പാട്ടും നൃത്തവുമെല്ലാമായി കാഴ്ചക്കാരായ വിദ്യാർത്ഥികളെയും കഥാപാത്രങ്ങളാക്കിയാണ് ജീവിതമാണ് യഥാർത്ഥ ലഹരിയെന്ന് നാടകം പറഞ്ഞുവെക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 16 വിദ്യാലയങ്ങളിൽ നാടകാവതരണം, ലഘുലേഖ വിതരണം, സംവാദങ്ങൾ എന്നിവ സംഘടിപ്പിക്കും.
രാസലഹരികൾക്കൊപ്പം കോവിഡാനന്തര ലോകത്ത് വലിയ തോതിൽ വർദ്ധിച്ചു വന്നിട്ടുള്ള സ്ക്രീൻ അഡിക്ഷനെതിരായുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഞാനും നിങ്ങളും ചേർന്നൊരു കളി. ഇവിടെ കാഴ്ചക്കാരാരുമില്ല, നമ്മളെല്ലാവരും അവിടുത്തെ കുട്ടി. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ആക്റ്റീവായിപ്പോൾ നിങ്ങൾക്കാണ് അതിന്റെ ഗുണം കൂടുതലുണ്ടാവുക. ജീവിതം ഞങ്ങൾക്ക് ആർക്കെങ്കിലും വരാം എന്നോടൊപ്പം. തൃശൂർ കോർപ്പറേഷൻ പുതിയ ഭരണസമിതി അംഗങ്ങൾക്ക് തൃശൂർ ജില്ലാ മർച്ചന്റ്സ് അസോസിയേഷൻ സ്വീകരണം നൽകി. തൃശൂർ ജില്ലാ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സൈമൺ അധ്യക്ഷനായിരുന്നു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, BJP പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് സി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മർച്ചന്റ്സ് അസോസിയേഷന്റെ ധനസഹായ വിതരണവും നടന്നു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AJ ജോർജ്, വൈസ് പ്രസിഡന്റ് NA ജലീൽ, ട്രഷറർ CP മുഹമ്മദ് ഹനീഫ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അനിശ്ചിതകാല പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വടക്കൻ മേഖലാ സമരപ്രചരണ വാഹന ജാഥ തൃശൂരിൽ സമാപിച്ചു. നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് നിന്ന് ആരംഭിച്ച വടക്കൻ മേഖലാ ജാഥയുടെ സമാപന സമ്മേളനം കോർപ്പറേഷന് മുൻപിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് EM ശ്രീധരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM ചാക്കോ, ജാഥ വൈസ് ക്യാപ്റ്റൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി ED സാബു, വൈസ് പ്രസിഡന്റ് T മോഹനൻ, ബാബു C വർഗീസ്, CD വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 9 മുതൽ 17 വരെ സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹം നടത്തും. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ 23 മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ചാവക്കാട് കനോലി കനാൽ ആഴം കൂട്ടിയപ്പോൾ എടുത്ത മണ്ണ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ തള്ളി 1 വർഷമായിട്ടും നീക്കം ചെയ്യാതെ ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥ. ചാവക്കാട് നഗരസഭ അതിർത്തിയിലെ കനോലി കനാലിൽ നിന്നെടുത്ത മണ്ണ് കനാലിന്റെ ഇരുകരകളിലുമുള്ള സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ് നിക്ഷേപിച്ചത്. ഇതുമൂലം തെങ്ങുൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ നശിച്ചുപോകുന്ന സ്ഥിതിയാണ്. ഉപ്പുരസമുള്ള മണൽ കാലങ്ങളായി കിടക്കുന്നത് മൂലമാണ് ഫലവൃക്ഷങ്ങളെല്ലാം നശിക്കുന്നതെന്ന് കർഷകർ പറഞ്ഞു. ഉടമകളോട് ചോദിക്കാതെയാണ് പറമ്പിൽ മണൽ നിക്ഷേപിച്ചതെന്ന് പറയുന്നു. പറമ്പിലുള്ള തെങ്ങുകൾ വാടിക്കരിഞ്ഞും ഔഷധച്ചെടികൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ നശിച്ചതായും ഭൂവുടമകളിൽ ഒരാളായ ഡോക്ടർ PV മധുസൂദനൻ പറഞ്ഞു. കയറ്റിയിട്ട മണൽ ദിവസങ്ങൾക്കുള്ളിൽ മാറ്റേണ്ടതായിരുന്നു. എന്നാൽ വർഷം പിന്നിട്ടിട്ടും ഇവ മാറ്റുന്നതിൽ ഇറിഗേഷൻ വകുപ്പിന്റെ അലംഭാവമാണ് കാരണമെന്ന് ആക്ഷേപമുണ്ട്. കയറ്റിയിട്ട മണൽ പലയിടത്തും കഴിഞ്ഞ മഴക്കാലത്ത് കനോലി കനാലിലേക്ക് ഒലിച്ചിറങ്ങിയതായും പറയുന്നു. കനോലി കനാലിന്റെ തീരത്തുള്ള വീടിന്റെ പറമ്പിലേക്ക് JCB ഉപയോഗിച്ച് മണൽ കയറ്റിയിട്ടതുമൂലം വീട്ടുകാരുടെ അടുക്കള ഭാഗം തന്നെ മൂടിയ നിലയിലായിരുന്നു. എന്നാൽ ഇറിഗേഷൻ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും പ്രതികരണം ഉണ്ടായില്ലെന്ന് പറയുന്നു. TCV ന്യൂസ്, ചാവക്കാട്. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,715 രൂപ, പവന് 1,17,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പീച്ചി മയിലാടും പാറയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചു. പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ പോലീസും നാട്ടുകാരുമായി ഉന്തും തള്ളും. കേന്ദ്രത്തെ കടന്നാക്രമിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്യത്തിന്റെ പരമാധികാരം അമേരിക്കയ്ക്ക് പണയപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന് ദേശസ്നേഹം ഉച്ചരിക്കാൻ യാതൊരു അർഹതയുമില്ലെന്നും ബിനോയ് വിശ്വം.
തൃപ്രയാർ താന്യം പൈനൂരിൽ ഇടഞ്ഞാന 4 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി 3 വീടുകളുടെ ഗേറ്റുകൾ തകർത്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബഹിഷ്കരിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് താജൻ. സഹകാരികളോടും നിക്ഷേപകരോടും എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന് DCC പ്രസിഡന്റ്. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ കാൽനാട്ട് കർമ്മം നടന്നു. ഏപ്രിൽ 26-ന് തൃശൂർ പൂരം. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് 4,840 രൂപ വർദ്ധിച്ചു. 1,17,720 രൂപയിലെത്തി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.